അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AP വിഭാഗം മദ്രസ 4th സ്റ്റാൻഡേർഡിലെ ദുറൂസുൽ ഇസ്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒന്നാമത്തെ ചോദ്യം, മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ. ഇവിടെ 3 ഓപ്ഷൻസ് കാണാം: സ്വഹാബികൾ, ബദരീങ്ങൾ, ശുഹദാക്കൾ. ഉത്തരവായിട്ട് വരുന്നത് ബദരീങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ഹൃദയത്തിലുള്ള മരുന്നാണ്. ഖുർആൻ ഓതൽ, സദഖ ചെയ്യൽ, ഉറങ്ങൽ. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, ഖുർആൻ ഓതൽ. മൂന്നാമത്തെ ചോദ്യം, ഖബറിൽ ചോദ്യമില്ലാത്തവർ. ശുഹദാക്കൾ, സജ്ജനങ്ങൾ, പണ്ഡിതന്മാർ. ഉത്തരമായി വരുന്നത് ശുഹദാക്കൾ. നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമിനീർ പുരട്ടി വിഷം ഇറങ്ങി ആരുടെ? ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉത്തരമായി വരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 10 വർഷം സേവനം ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു, ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഉർവത്ത റളിയല്ലാഹു അൻഹു. ഉത്തരമായി വരുന്നത് അനസ് റളിയല്ലാഹു അൻഹു. ആറാമത്തെ ചോദ്യം, അഭിമുഖം എന്നാണ് അർത്ഥം? മുഖാബല, ഖാദിമ, സാഇദ. ഉത്തരമായി വരുന്നത് മുഖാബല. ഏഴാമത്തെ ചോദ്യം, ചേരും പടി ചേർക്കുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയപ്പോൾ കണ്ണ് സുഖപ്പെട്ടു. സി ആണ് അതിൽ വരുന്നത്. എട്ടാമത്തെ ചോദ്യം, അബൂജഹല്. അതിന് യോജിച്ചത് വരുന്നത് ഡി ആണ്, ബദറിലെത്തിയ ഖുറൈശികളുടെ തലവൻ. ഒൻപതാമത്തെ ചോദ്യം, അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. അതിന് യോജിച്ചത് എ ഓപ്ഷനാണ്, തോട്ടം കുടുംബങ്ങൾക്ക് വീതിച്ചു നൽകി. പത്താമത്തെ ചോദ്യം, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. യോജിച്ചത് വരുന്നത് ഓപ്ഷൻ ഇ ആണ്, താബിഉകളിൽ പ്രമുഖനായിരുന്നു. 11ാമത്തെ ചോദ്യം, അബൂ അയ്യൂബൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. യോജിച്ചത് ഓപ്ഷൻ ബി ആണ്, മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ച വീട്ടുടമ. 12ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. ദാനശീലർക്ക് ഡാഷ് വർദ്ധിക്കും, സമ്പത്ത് വർദ്ധിക്കും. 13ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ആദ്യം ഡാഷ് എന്ന സ്ഥലത്ത് മസ്ജിദ് നിർമ്മിച്ചു. ഉബാ എന്ന സ്ഥലത്ത് മസ്ജിദ് നിർമ്മിച്ചു. 14ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ ഡാഷ് നേക്കാൾ മൃദുലമായിരുന്നു. ഉത്തരം പട്ട്. 15, ബദറിൽ ഡാഷ് മുശ്രിക്കുകൾ കൊല്ലപ്പെട്ടു. 70. 16ാമത്തെ ചോദ്യം, ജിഅത ഡാഷ് അൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ ശറഫ്ത. 17ാമത്തെ ചോദ്യം, മിൻ ഇബ്ന ഹിയ ഖാദിമ. ഹിയ ഡാഷ് മിനൽ ഹജ്ജി ഖാദിമത്തുൻ. 18ാമത്തെ ചോദ്യം വരുന്നത്, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. ബദറിൽ എത്ര സ്വഹാബികൾ ഷഹീദായി? ഉത്തരം 14. 19ാമത്തെ ചോദ്യം, ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും ആര്? ഉത്തരം മുഅ്മിൻ. 20ാമത്തെ ചോദ്യം, എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ത്? ഉത്തരം മദ്യം. 21ാമത്തെ ചോദ്യം, വടി നിലത്തിട്ടാൽ പാമ്പാകുന്ന മോജിസത്ത് കാണിച്ച നബി? ഉത്തരം മൂസാ നബി അലൈഹിസ്സലാം. 22ാമത്തെ ചോദ്യം, അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത് എന്തിന്? ഉത്തരം പരീക്ഷിക്കാൻ. 23ാമത്തെ ചോദ്യം,
ഉറുമ്പ് എന്നതിന്റെ അറബി പദം. ഉത്തരം നംലുൻ. അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ജുമുഅ നിർവഹിച്ചത് എവിടെ വെച്ച്? ബനു സാലിം ഇബ്നു ഔഫിന്റെ സ്ഥലത്ത് വെച്ചിട്ട്. 25-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്രകൃതി. ഉത്തരം വളരെ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടരോ കുറിയവരോ അല്ല. 26-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകാൻ കാരണം. ഉത്തരം നബിയെയും സ്വഹാബത്തിനെയും ക്രൂരമായി ഉപദ്രവിച്ച് അക്രമം അഴിച്ചുവിട്ട് സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല. നബിയെ വധിക്കാൻ തീരുമാനിച്ചു. ഇത്രയും കാരണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് ഹിജ്റ പോകാൻ പ്രേരിപ്പിക്കുന്നത്. 27-ാമത്തെ ചോദ്യം. സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കും ആർക്ക്? ഉത്തരം വല്ലവനും വിജ്ഞാനം സമ്പാദിക്കാനുള്ള വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കപ്പെട്ടിരിക്കുന്നു. 28-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹ പ്രകടനത്തിന് 2 ഉദാഹരണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുക്കുന്ന വെള്ളം കിട്ടാൻ സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടുന്നത്, ആ വെള്ളം അവർ ശരീരത്തിലും മുഖത്തും തടവുന്നത്. നബിയുടെ ഉമിനീർ അവർ കൈകളിൽ എടുക്കുന്നു, അവ ശരീരത്തിൽ പുരട്ടുന്നു, സംസാരം ശ്രദ്ധയോട് കേൾക്കുന്നു. ഇത്രയും കാരണങ്ങൾ. 29-ാമത്തേത്. എവിടെയാണ് റൗളത്തു ഷരീഫ? ഖബർ ഷരീഫിനും നബിയുടെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലമാണ്. 30-ാമത്തെ ചോദ്യം. അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക. അവൾ എവിടെ നിന്ന് വരുന്നു? ഉത്തരം മിൻ ഐന ഹിയ ഖാദിമത്തുൻ. 31-ാമത്തേതാണ്. അവിശ്വാസികൾ ഖബറിൽ. അത് 5 വരിയിൽ കുറയാതെ എഴുതാനാണ് പറയുന്നത്. അവിശ്വാസിയാണെങ്കിൽ പറയപ്പെടും, എന്റെ അടിമ കളവ് പറഞ്ഞു, നരകത്തിന്റെ വിരിപ്പ് അവന് നൽകൂ, നരകവാതിൽ അവന് തുറക്കൂ, നരകത്തിലെ വസ്ത്രം അവന് ധരിപ്പിക്കൂ. അപ്പോൾ നരകത്തിലെ കഠിന ചൂടുകാറ്റും അവന്റെ ഖബറിൽ വന്നെത്തും, ഖബർ ഇടുങ്ങും.